സർക്കാർ പൂഴ്ത്തിവെച്ച ചില പേജുകളുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അത് പുറത്തു വരണം എന്ന് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. അതിൽ വിവരാവകാശ കമ്മീഷൻ കോടതിയൊക്കെ പറയുന്നു ആ പേജുകളൊക്കെ പുറത്തു വരേണ്ടതാണ്. അതേസമയം ഈ സ്വകാര്യത മാനിക്കണം എന്നൊക്കെ കോടതി കണ്ടതാണ്. പക്ഷേ അവർ പറഞ്ഞിട്ടും ചില പേജുകൾ സർക്കാർ ഇപ്പോഴും പൂഴ്ത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. 49, 50, 51, 52, 53 പേജുകൾ അത് ആ റിപ്പോർട്ടിൽ കാണുന്നില്ല. അപ്പോൾ ആ പേജുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അങ്ങനെയെങ്കിൽ അത് എന്തോ ഒളിക്കാനില്ലേ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ആ പേജുകൾ പുറത്തുവിടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു തീരുമാനം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവും. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒളിക്കപ്പെടാൻ എന്തോ ഉണ്ട് എന്ന് എല്ലാവരും സംശയിക്കുന്ന ആ പേജുകൾ ഇന്ന് പുറത്തുവിടുമോ? എന്തായിരിക്കും വിവരാവകാശ കമ്മീഷണറുടെ ഒരു നീക്കമെന്ന്? ക്രിസ്റ്റീന പ്രജിൻ, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഹൈക്കോടതിയും ഒപ്പം തന്നെ വിവരാവകാശ കമ്മീഷണറും കണ്ട് പരിശോധിച്ചതിന് ശേഷം ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത, ഹനിക്കാത്ത നിലയിലുള്ള പേജുകൾ പുറത്തുവിടണം, മുഴുവൻ പേജുകളും പുറത്തുവിടണം എന്നായിരുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ കണ്ട അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ തന്നെ പുറത്തുവിടാൻ നിർദ്ദേശിച്ച പേജുകളിൽ ചിലതാണ് സർക്കാർ സ്വന്തം നിലയിൽ മുക്കിയത്. അതിനുശേഷം ആ പേജുകൾ പുറത്തു വരാത്തതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വിവിധ അപ്പീലുകൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെ നൽകിയത്. ആ അപ്പീലിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പേജുകൾ പുറത്തുവിടണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില പാരഗ്രാഫുകൾ, ചില പേജുകൾ, ചില പേജുകളിലെ ചില വാക്കുകൾ, അങ്ങനെ പലതും സർക്കാർ തന്ത്രപൂർവ്വം മുക്കിയിരുന്നു. അതൊക്കെയും പുറത്തുവിടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച തീരുമാനം വിവരാവകാശ കമ്മീഷണർ ഇന്ന് എടുക്കും. 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതായത് ആ പേജുകൾ പൂർണ്ണമായി ഒഴിവാക്കി, അതല്ലാതെ ചില ഖണ്ഡികകൾ ഒഴിവാക്കിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വാക്കുകൾ പുറത്തുവിടണം, ഏതൊക്കെ പേജുകൾ പുറത്തുവിടണം എന്നുള്ളതിലെ തീരുമാനം വിവരാവകാശ കമ്മീഷണറുടേതാണ്. അത് ഇന്ന് തന്നെ ആ തീരുമാനമെടുക്കും. ഇന്ന് തന്നെ തീരുമാനമെടുത്തതിന് ശേഷം ഇന്ന് തന്നെ ആ വിവരങ്ങളും പേജുകളും പുറത്തുവിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. ഇന്നും അങ്ങനെ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വലിയ കോളിളക്കം വീണ്ടും ഉണ്ടാകുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും സജീവമായി ചർച്ചയാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കണം. കാര്യം എന്തുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ട് പൂഴ്ത്തി, എന്തുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ വീണ്ടും പുറത്തുവിട്ടപ്പോൾ ചില വാക്കുകൾ പൂഴ്ത്തി എന്നതൊക്കെ അറിയണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വെട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണോ സർക്കാരിൻ്റേത്? അതിൽ എന്താണ് ആ 4 പേജുകളിലും ഒപ്പം പൂഴ്ത്തിയ പാരഗ്രാഫുകളിലും ഒളിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അറിയുകയും ചെയ്യാം. ക്രിസ്റ്റീന പ്രജിൻ.